കേസുകൾ പിൻവലിക്കുകയും ചെയ്യുന്നത് നഗ്നമായിട്ടുള്ള സ്വജനപക്ഷപാതിത്വമാണ്. അത് വർഗീയ പീഡനമാണ്. ജനങ്ങളെ രണ്ട് തരത്തിൽ തിരിക്കുകയാണ്. സർക്കാർ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്. ഒരു വിഭാഗത്തിന് ഒരു നീതി, മറ്റൊരു വിഭാഗത്തിന് വേറൊരു നീതി. ഭൂരിപക്ഷ സമൂഹത്തിന് എപ്പോഴും കാട്ടുനീതി, വർഗീയ പ്രതിലോമ ശക്തികൾക്ക് എപ്പോഴും നീതി ലഭിക്കുന്നു. ഇതാണ് കേരളത്തിൽ മതേതരത്വത്തിന്റെ പ്രാക്ടീസ്. ഇത് അനുവദിച്ചു കൊടുക്കാൻ കഴിയില്ല. ചട്ടലംഘനമാണ് മുഖ്യമന്ത്രി നടത്തിയിരിക്കുന്നത്, സർക്കാർ നടത്തിയിരിക്കുന്നത്. CAA കേസുകൾ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം മുഖ്യമന്ത്രി പരസ്യമായി പ്രഖ്യാപിക്കുകയാണ് CAA കേസുകൾ പിൻവലിക്കുന്നത്. അതൊരു വിഭാഗത്തെ തൃപ്തിപ്പെടുത്താനാണ്. അത് തെരഞ്ഞെടുപ്പ് ചട്ടങ്ങളുടെ ലംഘനമാണ്. UDF ഇക്കാര്യത്തിൽ എന്താ അഭിപ്രായം പറയാത്തത്? ശബരിമല കേസുകൾ പിൻവലിക്കണമെന്ന് എന്താണ് VD സതീശൻ വാദിക്കാത്തത്? അപ്പൊ ഈ തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയ പ്രശ്നങ്ങളൊന്നും ചർച്ച ചെയ്യാനില്ലാത്തവർ വർഗീയ ചേരിതിരിവിന് ശ്രമിക്കുകയാണ്, സാമുദായിക ചേരിതിരിവിന് ശ്രമിക്കുകയാണ്. അതുകൊണ്ടാണ് റഷ്യയിലെ ബോംബാക്രമണത്തെ കുറിച്ച് മിണ്ടാത്തത്, ഈരാറ്റുപേട്ടയിൽ പുതിയ നറേറ്റീവ് കൊണ്ടുവരുന്നത്. ഇതെല്ലാം കാണിക്കുന്നത് വർഗീയ പ്രീണനം ഒരു ഭാഗത്ത് നടത്താൻ വേണ്ടിയുള്ള LDFന്റെയും UDFന്റെയും നയമാണ്. ഇത് ഞങ്ങൾ ശരിയായ നിലയിൽ ജനങ്ങളുടെ ചോദ്യം ചെയ്യും, ചർച്ച ചെയ്യും എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അല്ല, അതിന് വിരുദ്ധമായിട്ടല്ലേ ഇപ്പൊ സ്ഥാനാർത്ഥി പറയുന്നത്? പത്തനംതിട്ടയെ ഭരിക്കാൻ ഇറങ്ങിയിരിക്കുന്ന ആള് പറയുന്നത് ഈരാറ്റുപേട്ടയിൽ ക്രിസ്ത്യാനികൾ കൂട്ടമണി അടിച്ച് അവിടെ കലാപത്തിന് ശ്രമിച്ചു എന്നല്ലേ? അതെന്താണ് ചോദിക്കാത്തത്? അത് എനിക്ക് മുഖ്യമന്ത്രിയോടാണ് ചോദിക്കാനുള്ളത്. മുഖ്യമന്ത്രി ആദ്യം പറഞ്ഞ നിലപാടിൽ നിന്ന്, പോലീസ് എടുത്ത സമീപനത്തിൽ നിന്ന് എങ്ങനെയാണ് തെരഞ്ഞെടുപ്പ് വരുമ്പോൾ മാറ്റി പറയുന്നത്? മുഖ്യമന്ത്രിയെ എടുത്ത നിലപാട്, നേരത്തെ പോലീസ് എടുത്ത നിലപാട് ഒറ്റയടിക്ക് മാറുകയാണ്. എന്താണ് അതിന്റെ കാരണം? തോമസ് ഐസക് എന്തുകൊണ്ടാണ് അവിടെ മലക്കം മറിഞ്ഞിരിക്കുന്നത്? നിലപാട് നേരെ യൂട്ടേൺ അടിച്ചിരിക്കുന്നത്. അപ്പൊ തെരഞ്ഞെടുപ്പ് കാലത്ത് വർഗീയത ആളിക്കത്തിച്ച് ഒരു പ്രത്യേക വിഭാഗത്തിന്റെ വോട്ട് നേടാനുള്ള ശ്രമമാണ്. അതിനാണ് ഞങ്ങൾ ചോദ്യം ചെയ്തത്. എല്ലാ മണ്ഡലങ്ങളിലും ത്രികോണ മത്സരം തന്നെ. ചില മണ്ഡലങ്ങളിൽ LDF BJP മത്സരമാണ്, ചില മണ്ഡലങ്ങളിൽ UDF BJP മത്സരം. എല്ലാ മണ്ഡലങ്ങളിലും LDFും BJP എന്നാണ് മത്സരം എന്നുള്ള നിലപാട് ഞങ്ങൾക്കില്ല. കുറെ മണ്ഡലങ്ങളിൽ UDFും BJP NDAയും തമ്മിലുള്ള മത്സരമാണ്, കുറെ മണ്ഡലങ്ങളിൽ LDFും NDAയും തമ്മിലുള്ള മത്സരം. രണ്ടാം ഘട്ട പ്രചരണത്തിലേക്ക് കടന്നപ്പോൾ ആദ്യത്തെ ആത്മവിശ്വാസം ഉണ്ടോ? നേരത്തെ പ്രധാനമന്ത്രി പറഞ്ഞതുപോലെ ഇരട്ട നമ്പർ. ഞങ്ങൾക്ക് എന്തിനാണ് ആത്മവിശ്വാസക്കുറവ്? ഞങ്ങള് തെരഞ്ഞെടുപ്പിന്റെ ഓരോ ഘട്ടം കഴിയുമ്പോഴും ഞങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിക്കുകയാണ്. ഇപ്പൊ പുതിയ പട്ടികയോട് വരുമ്പോൾ നിങ്ങൾക്ക് ബോധ്യമാവും എത്രമാത്രം NDAക്ക് കേരളത്തിൽ ആത്മവിശ്വാസം ഉണ്ട് എന്നുള്ളത്. പുതിയ പട്ടിക വരുമ്പോൾ നിങ്ങൾക്ക് ബോധ്യമാവും. അത് പ്രതീക്ഷിച്ചാണ് ഞങ്ങൾ ഇരിക്കുന്നത്. ഇന്നെന്താവുന്നതാണ് പ്രതീക്ഷിച്ചത്. അല്ല, അത് പാർലമെന്ററി തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ദേശീയ തലത്തിലല്ലേ പ്രഖ്യാപിക്കുന്നത്. അപ്പൊ അവര് അതിന്റെ സമയത്ത് പ്രഖ്യാപിക്കും. 28-ാം തീയതി അല്ലേ നോമിനേഷൻ കൊടുക്കുന്നത്. ഈ പല പ്രധാനപ്പെട്ട മത്സരം നടക്കുന്ന ചില മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥി നിർണ്ണയം വൈകുന്നത് ഒത്തുകളിയാണെന്നാണ് LDF പറയുന്നത്. LDFും UDFും പരസ്യമായിട്ട് ഇവിടെ കൈകോർത്ത് മുന്നോട്ട് പോവുകയാണ്. നോക്കൂ, രാജസ്ഥാനിൽ KC വേണുഗോപാൽ പ്രഖ്യാപിച്ച പട്ടികയിൽ ഒരു സീറ്റ് CPMന് ഒഴിച്ചിട്ടിരിക്കുക. എന്താ ആലപ്പുഴയിൽ ചെയ്യാൻ പോകുന്നത്? KC വേണുഗോപാലിന് അവിടെ ജയിക്കണം. അപ്പൊ അതിന് CPMന്റെ വോട്ട് കിട്ടണം. അപ്പൊ അതിന് KC വേണുഗോപാല് പാർട്ടിയെ ഇല്ലാത്ത രാജസ്ഥാനിൽ ഒരു സീറ്റ് കൊടുക്കുക. എല്ലാ സംസ്ഥാനങ്ങളിലും പരസ്യമായി ബാന്ധവമുള്ളവരാണ് പറയുന്നത് ഇവിടെ അഡ്ജസ്റ്റ്മെന്റ് ആണ്. എന്തൊരു നാണംകെട്ട പ്രചരണമാണ് LDF നടത്തുന്നത്. കോൺഗ്രസും CPMും അരിവാളും കൈയും ഒരുമിച്ച് വാളയാറിനപ്പുറം മത്സരിക്കുകയാണ്. എന്നിട്ട് അവര് പറയാണ് ഇവിടെ BJP ആയിട്ട് ധാരണയിലാണ്. BJPക്ക് ഒരു ധാരണയും LDFുമായിട്ടോ UDFുമായിട്ടോ ഇല്ല. ധാരണയുള്ളത് അപ്പുറത്താണ്. മറ്റ് സംസ്ഥാനങ്ങളിലെല്ലാം പരസ്യധാരണ, കേരളത്തിൽ രഹസ്യധാരണ. ഇവിടെ ഇപ്പൊ ഒരു പഞ്ചായത്ത് പ്രസിഡന്റിനെ തെരഞ്ഞെടുത്തു, നിങ്ങൾ മൂക്കിന് താഴെ. CPMും കോൺഗ്രസും ഒരുമിച്ച്, ഒരു മടിയുമില്ല. ഒരു പഞ്ചായത്ത് ഭരണസമിതിയിൽ കോൺഗ്രസും CPMും ഒരുമിച്ച് ഭരിക്കുന്നതിന് മടിയേ ഇല്ല. അവരാണ് പറയുന്നത് BJPയുമായിട്ട് ധാരണയുണ്ട്. LDFന്റെ തിരുവനന്തപുരം പാർലമെന്റ്
മണ്ഡല കമ്മിറ്റി ഒരു പ്രസ് മീറ്റ് വിളിച്ചായിരുന്നു. അതിനകത്ത് അവരെ മന്ത്രി രാജീവ് ചന്ദ്രശേഖർ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം ലംഘിക്കുന്നു എന്ന് പറഞ്ഞൊരു ആരോപണം ഉന്നയിച്ചു. മന്ത്രി എന്നുള്ള രീതിയിൽ അദ്ദേഹം പരിപാടിയിൽ പങ്കെടുക്കുകയും കൂട്ടിയോക്കുകയും ചെയ്യുന്നുവെന്നാണ് അവരുടെ ആക്ഷേപം. മന്ത്രിയാണല്ലോ, പരാജയം മണക്കുന്നു. വിജയകുമാറിന്റെ പത്രസമ്മേളനം ഞാൻ കണ്ടു. ഇത്ര നേരത്തെ ഇങ്ങനെ മുൻകൂർ ജാമ്യം എടുക്കണം. CPM കാര്യം പിടികിട്ടി. രാജീവ് ചന്ദ്രശേഖർജിയാണ് ഇവിടെ ജയിക്കാൻ പോകുന്നത് എന്നുള്ള കാര്യം CPM നേരത്തെ പിടികിട്ടി. പക്ഷെ അത് അവരിങ്ങനെ പരസ്യമായിട്ട് എന്തിനാണ് പറയുന്നത്? രാജീവ് ചന്ദ്രശേഖർ മന്ത്രിയല്ലെന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റും? അടുത്ത സർക്കാർ വരുന്നവർ ഇവരൊക്കെ മന്ത്രിമാർ തന്നെയാണ്. എന്താണ് ദുരുപയോഗം ചെയ്തിരിക്കുന്നത്? എന്താണ് എനിക്ക് മനസ്സിലാവുന്നില്ല. അദ്ദേഹം എന്ത് പദവിയാണ് ദുരുപയോഗം ചെയ്തിരിക്കുന്നത്? ഔദ്യോഗിക പരിപാടിയല്ല. PN പണിക്കർ ഫൗണ്ടേഷൻ എങ്ങനെയാ ഔദ്യോഗിക പരിപാടിയാവുന്നത്? എല്ലാ സ്ഥാനാർത്ഥികളെയും വിളിച്ചു. ഇന്നലെ നടന്ന 3 പരിപാടികൾ ഞാൻ നോക്കി. 3 പരിപാടിയിലും എല്ലാവരെയും വിളിച്ചു. അപ്പൊ വിജയകുമാറിന് മനസ്സിലായി ഇവിടെ രാജീവ് ചന്ദ്രശേഖരാണ് ജയിക്കാൻ പോകുന്നത്. അപ്പൊ അത് അണികൾക്ക് എന്ത് സന്ദേശമാണ് നൽകാൻ പോകുന്നതെന്നാണ് എന്റെ സംശയം. പന്ന്യൻ രവീന്ദ്രനെ വഴിയാതാറാക്കുവോ? പന്ന്യനെ വഴിയാതാരാക്കാൻ ചില ആളുകൾ ശ്രമിച്ചിട്ടുണ്ട്. ആ വഴിയാധാരം ആയതിൽ നിന്ന് അദ്ദേഹം ഇപ്പോ ഒരു സീറ്റ് കിട്ടിയിട്ട് ഇങ്ങനെ കയറി വന്നതാണ്. അദ്ദേഹത്തെ വീണ്ടും വഴിയാധാരമാക്കാനുള്ള പരിപാടിയാണോ നടത്തുന്നത് എന്നുള്ള സംശയം ഞങ്ങൾക്കുണ്ട്. ഒന്നും തെളിവില്ലാത്ത ആരോപണങ്ങളാണ്. വാഗ്ദാനങ്ങൾ എന്ത് തന്നെ തെരഞ്ഞെടുപ്പിൽ എല്ലാവരും പ്രകടന പത്രിക ഇറക്കുന്നില്ല. അത് വാഗ്ദാനമല്ല. ഞങ്ങൾക്ക് വാഗ്ദാനമുണ്ട് തിരുവനന്തപുരത്തിന്റെ വികസനം. അതിനപ്പുറത്ത് അദ്ദേഹം ഒന്നും പറയുന്നു. തിരുവനന്തപുരത്തെ വികസിത തിരുവനന്തപുരമാക്കി മാറ്റുമെന്നാണ് രാജീവ് ചന്ദ്രശേഖർജി എല്ലാ സ്ഥലത്തും പറയുന്നത്. അത് ഞങ്ങളുടെ വാഗ്ദാനമാണ്, മോദിയുടെ ഗ്യാരണ്ടി. അത് പറയാൻ പറ്റില്ലെന്ന് എങ്ങനെ പറയും? ഈ രാഷ്ട്രപതിക്കെതിരെ കേസുമായി സാധാരണ നീക്കം സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാകാം. അല്ല, കോടതിയിലല്ലേ പോയിരിക്കല്ലേ, നോക്കട്ടെ എന്താ പറയുന്നത്. അരെ പ്രശാന്ത്, ആ ചോദ്യം എന്നോട് വേണ്ട. സ്വീകാര്യനായതുകൊണ്ടല്ലേ ഞങ്ങൾ സ്ഥാനാർത്ഥിയാക്കിയത്. അദ്ദേഹത്തിന് വിജയസാധ്യത ഉള്ളതുകൊണ്ടല്ലേ ഞങ്ങൾ സ്ഥാനാർത്ഥിയാക്കിയത്. എവിടെ? സർവേയിലല്ല, റിയൽ യഥാർത്ഥത്തിൽ ജനവികാരം അതാണ്. പ്രസിഡന്റിനേക്കാൾ സ്വീകാര്യനാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് ഉദ്ദേശത്തിലാണ് ചോദിക്കുന്നത്? അദ്ദേഹം സ്വീകാര്യനായതുകൊണ്ടാണ് ആ മണ്ഡലത്തിൽ ജയിക്കാൻ കഴിയുമെന്നുള്ള ഞങ്ങളുടെ പാർട്ടി നിരീക്ഷണത്തിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തെ സ്ഥാനാർത്ഥി. എല്ലാ സ്ഥാനാർത്ഥികളെയും അങ്ങനെ തന്നെ. ഓരോ മണ്ഡലത്തിലും ഞങ്ങൾ സ്ഥാനാർത്ഥിയെ നിശ്ചയിച്ചിരിക്കുന്നത് ഞങ്ങൾ ശരിയായ പരിശോധന നടത്തിയിട്ടാണ്. നിങ്ങൾ വേറെ പല പേരുകളും പറഞ്ഞ് പ്രചരിപ്പിച്ചു, അത് നിങ്ങളുടെ മനോഭാവനയായിരുന്നു. ഞങ്ങൾ ശരിയായ പരിശോധന നടത്തിയിട്ട് അനിൽ ആന്റണിയാണ് ആ മണ്ഡലത്തിൽ വിജയസാധ്യതയുള്ള സ്ഥാനാർത്ഥി എന്ന് കൃത്യമായിട്ട് പാർട്ടി ബോധ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ. രാജീവ് ചന്ദ്രശേഖർജിയെ ഞങ്ങൾ തിരുവനന്തപുരത്ത് സജസ്റ്റ് ചെയ്തത് ഞങ്ങൾ കൃത്യമായിട്ടുള്ള ബോധ്യമുണ്ട്. അത് വസ്തുതാപരമാണ്. ഞങ്ങളെ പരിശോധനയുടെ അടിസ്ഥാനത്തിലാണ്. ഞങ്ങളുടെ പാർട്ടി കേരളത്തിൽ പിന്നെ ഒരു 3ാം ശക്തിയാണെങ്കിലും ഞങ്ങൾക്കറിയാം അതിന്റെ പൾസ് എന്താണ്. അത് നോക്കിയാണ് ഞങ്ങൾ സ്ഥാനാർത്ഥികൾ. അങ്ങയുടെ പാർട്ടി അംഗമായിട്ടുള്ള ഒരു നൃത്തകലാ അധ്യാപിക എന്റെ പാർട്ടിയുടെ അംഗമല്ല, CPM കാരിയാണ്. ബ്രാഞ്ച് കമ്മിറ്റിയിൽ നിന്ന് കത്ത് വാങ്ങിക്കണം, ലോക്കൽ കമ്മിറ്റിയിൽ നിന്ന് കത്ത് വാങ്ങിക്കണം, ഏരിയ കമ്മിറ്റിയിൽ നിന്ന് കത്ത് വാങ്ങിക്കണം. ഞാൻ പറയണോ ആ ഏത് നേതാവാണ് പറഞ്ഞതെന്ന്? പിന്നെ എന്നെ വെറുതെ അത്തരം കാര്യങ്ങൾ തെരഞ്ഞെടുപ്പ് കാലത്ത് പറയാത്തതുകൊണ്ടാണ്. ആരാണ് സീറ്റ് അവിടെ ശരിയായി കൊടുത്തതെന്ന് എനിക്ക് അസലായിട്ട് അറിയാം, നിങ്ങൾക്കും അറിയാം ആരാണ്. എന്നിട്ട് അത് BJP ആണെന്ന് എങ്ങനെ പറയുന്നത്? അങ്ങ് തന്നെ പങ്കെടുക്കുന്ന വേദിയിൽ BJP അംഗത്വം സ്വീകരിക്കുന്ന ഒരു ഇതുണ്ടായിരുന്നു. 2019 ജൂലൈ 6-ാം തീയതി നമ്മുടെ ഈ BJPയുടെ ഒഫീഷ്യൽ ഫേസ്ബുക്ക് പേജിൽ തന്നെ 2019 സർ, ഞാൻ 20-നാണ് പ്രസിഡന്റ് ആവുന്നത്. എന്റെ കാലത്ത് അങ്ങനെ ഒരാള് BJPയിൽ ഒരു പദവിയും കൊടുത്തിട്ടില്ല, അങ്ങനെ ഒരാളില്ല. എനിക്ക് അത്രേ പറയാൻ പറ്റും. പ്രസിഡന്റ് ആയിരുന്ന സമയത്താണ് മെമ്പർഷിപ്പ് കൊടുക്കുന്നത്. ഇപ്പൊ പലരും അങ്ങനെ വന്നിട്ടുണ്ടല്ലോ, എല്ലാവരും പോവുകയും ചെയ്തല്ലോ. മെമ്പർഷിപ്പ് പോയതുകൊണ്ടല്ലേ അവര് CPMന്റെ ബ്രാഞ്ച് കമ്മിറ്റിയിൽ നിന്ന് കത്ത് വാങ്ങിയത്. ഞങ്ങളെ പാർട്ടി മെമ്പർമാർ ആരെങ്കിലും CPMന്റെ ബ്രാഞ്ച് കമ്മിറ്റിയിൽ നിന്ന് കത്ത് വാങ്ങിക്കും? എന്തിനാണ് പ്രശാന്ത് അറിയുന്ന കാര്യം വീണ്ടും ചോദിക്കുന്നത്? ഞങ്ങളെ പാർട്ടിയിൽ അംഗത്വം ഇല്ലാത്തതുകൊണ്ടാണല്ലോ ബ്രാഞ്ച് കമ്മിറ്റി പോയിട്ട് നിവേദനം കൊടുത്തിട്ട് എന്നെ പരിഗണിക്കണം അവര് തന്നെ പറഞ്ഞാൽ. ഒന്നാന്തര സഖാത്തി അത് മറച്ചു വെക്കാൻ ഞങ്ങളെ തലയിൽ ഇന്ന് CK പത്മനാഭൻ പണ്ട് കമ്മ്യൂണിസ്റ്റ്. അതുകൊണ്ട് ഇപ്പൊ നിങ്ങൾ അങ്ങനെ പറഞ്ഞത് എന്താ അർത്ഥം? അതൊന്നും കാര്യമില്ല. ഞങ്ങള് പാർട്ടിയിൽ ഇല്ലാത്തത് കൊണ്ടാണ് അവർ CPMൽ പോയി സമീപിച്ചത്. CPMന്റെ ഉന്നതനായ ഒരു നേതാവാണ് അവർക്ക് ഇതെല്ലാം ശരിയാക്കി കൊടുത്തത്. CPMന്റെ ബ്രാഞ്ച് കമ്മിറ്റി, ലോക്കൽ കമ്മിറ്റി, ഏരിയ കമ്മിറ്റിന്റെ കത്തും ഉണ്ടെന്നാണ് അവർ പറഞ്ഞത്. ഞാൻ പറഞ്ഞാൽ അവര് പറഞ്ഞു. ഇപ്പൊ അവര് വിവാദത്തിൽ ചെന്ന് ചാടിയപ്പോ ഈ പോലീസുകാര് അതിർത്തിയില് ശവം തള്ളി അങ്ങോട്ട് ഇടുന്ന പോലെ
പോലീസ് സ്റ്റേഷൻ പരിധിക്ക് അപ്പുറത്തേക്ക് ഇടുന്ന പോലെ CPM അപ്പുറത്തേക്ക് ഇടാൻ നോക്കണ്ട. CPM-ന്റെ സ്വന്തം കുഞ്ഞാണ്. അതിനുള്ള പിതൃത്വം നിങ്ങൾ തന്നെ ഏറ്റെടുക്കണം. 2019 അങ്ങയുടെ അല്ല BJP-യുടെ ഔദ്യോഗിക പേജിൽ തന്നെ ആണ്. ഞാൻ പറഞ്ഞില്ലേ അതിന് മറുപടി. 2019 BJP-യിൽ അംഗത്വം എടുത്ത ആൾക്ക് എന്തിനാണ് നിങ്ങൾ കത്ത് കൊടുക്കുന്നത്? CPM ബ്രാഞ്ച് കമ്മിറ്റി പരിശോധിച്ചിട്ടല്ലേ കത്ത് കൊടുക്കുന്നത്? ഈച്ച പറക്കാത്ത ബ്രാഞ്ച് കമ്മിറ്റികളല്ലേ. അവർ ശരിക്കും നോക്കൂലേ ഇത് ഏതാ കളറെന്ന്. രക്തപരിശോധന നടത്തിയിട്ടല്ലേ കൊടുക്കുന്നത്. BJP-കാർ കൊടുക്കുവോ? എന്റെ പാർട്ടിയിൽപ്പെട്ട ഒരാൾക്കും കേരളത്തിലെ ഒരു ബ്രാഞ്ച് കമ്മിറ്റിയിൽ നിന്ന് ഒരു കത്ത് കിട്ടില്ല. CPM ആണെന്ന് ബോധ്യപ്പെട്ടത് കൊണ്ടാണ് ബ്രാഞ്ച് കമ്മിറ്റി കത്ത് കൊടുക്കുന്നത്. ഏരിയ കമ്മിറ്റി അത് എൻഡോസ് ചെയ്യുന്നത്. ജില്ലാ കമ്മിറ്റിയുടെ അറിവോടുകൂടി ഉന്നത നേതാവ് ഒളിപ്പൂർ എത്തിയില്ല തോന്നുന്നു അല്ലേ സുവർണ? ശരി. ഒരു കാര്യം കൂടി, അങ്ങയുടെ കേന്ദ്രമന്ത്രിയും കർണാടകയിലെ സ്ഥാനാർത്ഥിയൊക്കെ ആയിട്ടുള്ള ശോഭാ കരന്തലജെ ഈ കേരളത്തെ അധിക്ഷേപിക്കുന്നത്, പ്രത്യേകിച്ച് മലയാളികൾ അവിടെ ബാംഗ്ലൂരിലെത്തിയിട്ട് ഈ പെൺകുട്ടികളുടെ മുഖത്ത് ആസിഡ് ഒഴിക്കുന്നു എന്നൊക്കെ തരത്തിലുള്ള പരാമർശം നടത്തി. അതിനൊക്കെ ഞാൻ നേരത്തെ മറുപടി പറഞ്ഞു. കഴിഞ്ഞ ദിവസം പറഞ്ഞായിരുന്നു. നേരത്തെ തന്നെ ചോദിച്ചിട്ട് ഞാൻ മറുപടി പറഞ്ഞു. എല്ലാ ദിവസവും തന്നെ ചോദിച്ചിട്ടുണ്ട്. അതെന്തെങ്കിലും പോസിറ്റീവായ ചോദ്യം ചോദിക്കും. എനിക്ക് വല്ലപ്പോഴും ഒരു നല്ല ചോദ്യം ചോദിക്കും. പോസിറ്റീവ് ഞാൻ ചോദിച്ചു എത്ര സീറ്റ് കിട്ടും എന്നുള്ള കാര്യം. പോസിറ്റീവല്ല. എന്ത് പറഞ്ഞാലും ഇല്ല എന്ന് പറയുന്ന ഒരു കൂട്ടരുണ്ട്. എല്ലാവരും മത്സരിക്കുന്നവരെല്ലാരും BJP തന്നെ. നോക്കാം. അധിക സമയം കാത്തിരിക്കേണ്ടി വരും. പ്രധാനമന്ത്രിയുടെ ഷെഡ്യൂൾ വന്നിട്ടില്ല. പ്രധാനമന്ത്രി വീണ്ടും കേരളത്തിൽ പ്രചാരണത്തിന് വരും.